വാർത്തകളിലേക്കാണ്. ഗുണ്ടകളെ കണ്ട് ഓടിയെന്ന ഷൈനിന്റെ മൊഴി വിശ്വാസത്തിൽ എടുത്തിട്ടില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. ഷൈനെ വീണ്ടും ചോദ്യം ചെയ്യും. ലഹരി സംഘങ്ങളുമായുള്ള ഇടപാടിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. അന്വേഷണത്തോട് ഷൈൻ സഹകരിക്കുന്നുണ്ടെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. കേസിൻ്റെ അന്വേഷണം നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതിലെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് സാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. ആ സാമ്പിൾസ് എല്ലാം FSLലേക്ക് അയച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ട് ശേഷം നമുക്ക് ആവശ്യമുള്ള നടപടിക്രമങ്ങൾ എടുക്കും. അപ്പോൾ അങ്ങനെ ഗുണ്ടകളാണ് എന്നെ കരുതിയിട്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പോലീസിനെ ബന്ധപ്പെടാമായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷനുമായിട്ട്. സോ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതൊക്കെ വിശദമായ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ വിളിപ്പിക്കാം. തെളിവുകൾ ഇതുവരെ ഒന്നും സ്പെസിഫിക് ആയിട്ട് കിട്ടിയിട്ടില്ല. നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണോ അല്ലോ എന്ന് ഒഫീഷ്യലായിട്ട് നമുക്ക് പറയാനുള്ള ആയിട്ടില്ല. വിജിത ചേരുന്നു വിവരങ്ങളുമായി. വിജിത, ഷൈൻ ടോം ചാക്കോ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളത് കമ്മീഷണറുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. എന്നിരുന്നാലും തെളിവുകൾ വേണ്ട രീതിയിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു പരാമർശം കൂടി കമ്മീഷണർ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഷൈൻ ടോമിന്റെ ഭാഗത്തു നിന്നും നിയമ പോരാട്ടം കടുപ്പിച്ചേക്കും എന്നുള്ള ഒരു സാധ്യത കൂടി തള്ളിക്കളയാനാകില്ല, അല്ലേ? ശരിയാണ് കാളിദാസ്. നേരത്തെ പറഞ്ഞതുപോലെ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയതും അത് തന്നെയാണ്. ഇനിയും തെളിവുകളുടെ ഒരു പരിമിതി അവിടെയുണ്ട്. തെളിവുകൾ ഇനിയും ആവശ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. കാരണം ഈ ലഹരി പരിശോധന അടക്കം, രാസപരിശോധന അടക്കം, അതിന്റെ റിസൾട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരേണ്ടതുണ്ട്. അത് വന്നാൽ കൂടിയാണ് ഈ ഒരു കാര്യത്തിൽ ലഹരി ഉപയോഗിച്ചു ഷൈൻ ടോം ചാക്കോ മൊഴിയാൽ ലഹരി ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ കൃത്യമായ ഒരു ഉറപ്പ് കിട്ടുകയാണെങ്കിൽ, ഈ ഒരു കൃത്യത വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു പരിശോധനയുടെ ഫലം കൂടി പുറത്തു വരേണ്ടതുണ്ട് എന്നുകൂടി ഈ ഒരു സിറ്റി പോലീസ് കമ്മീഷണർ സൂചിപ്പിക്കുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഷൈൻ ടോം ചാക്കോയുടെ അഭിഭാഷകൻ അടക്കം ഇത്തരത്തിൽ ഒരു ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ വീണ്ടും ഒരു നിയമ ഉപദേശം എന്ന് പറയുന്നത് പോലെ തന്നെ കേസിൽ ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതൊരു തെറ്റായ കേസാണ് എന്ന് പറയാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലെല്ലാം തന്നെ നിഗമനങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്നിരുന്നു. ഈ ഒരു കേസ് അത്ര ശക്തമല്ലെങ്കിൽ, മതിയായ തെളിവുകൾ ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഷൈൻ ടോം ചാക്കോയ്ക്ക് സുഖമായി രക്ഷപ്പെടാനാവും എന്നുള്ള ഒരു സാധ്യതയെല്ലാം തന്നെ ഈ ഒരു അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും വരുന്നതായെല്ലാം ഉള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു. എന്തായാലും അതിലേക്ക് കൂടി ആ ഒരു സാധ്യത കൂടി ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം മതിയായ തെളിവുകളുടെ അഭാവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കേസിന് നിലനിൽക്കാൻ കഴിയില്ല. കഴിഞ്ഞ കേസുകളെല്ലാം എടുത്തു നോക്കുമ്പോൾ, ഷൈൻ ടോം ചാക്കോയുടെ ഇതിനു മുൻപുള്ള കേസുകൾ എടുത്തു നോക്കുമ്പോൾ അടക്കം ഈ ഒരു പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വീഴ്ച വളരെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. ആ ഒരു വീഴ്ചയിൽ തന്നെ വിചാരണ കോടതി അടക്കം ഈ ഒരു കഴിഞ്ഞ കൊക്കൈൻ കേസിലടക്കം വിചാരണ കോടതി വലിയ രീതിയിൽ തന്നെ ആ ഒരു കാര്യം എടുത്തു പറയുകയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ ഇനി കൃത്യമായിട്ടുള്ള രേഖകളും കൃത്യമായിട്ടുള്ള തെളിവുകളും തന്നെയാണ് വേണ്ടത്. അതിനുള്ള ഒരു സമയം, അല്ലെങ്കിൽ ആ ഒരു കൃത്യമായ രേഖകളുടെ അഭാവത്തിൽ ഒരിക്കലും ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കില്ല എന്നുള്ള കാര്യമാണ് സിറ്റി പോലീസ് കമ്മീഷണർ സൂചിപ്പിച്ചിരിക്കുന്നത്. കൃത്യമായി ആ ഒരു ലഹരി പരിശോധന അടക്കമുള്ള ഫലങ്ങൾ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഇടപാടുകൾ നടത്തി എന്ന് പറയുമ്പോൾ 5000 രൂപയുടെയും 2000 രൂപയുടെയും എല്ലാം ഇടപാടുകൾ നടത്തി എന്ന് പറയുമ്പോൾ പോലും കൃത്യമായിട്ട് എന്തിന് ആ പൈസ വിനിയോഗിച്ചു എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിനിമാ ബന്ധങ്ങളുമായ എല്ലാം സിനിമയിൽ വേറെ ചിലരും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു വാദങ്ങളെല്ലാം തന്നെ, മൊഴിയെല്ലാം തന്നെ ഈ ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. എന്നാൽ അതിലെല്ലാം തന്നെ കൃത്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും അന്വേഷണം ആവശ്യമുണ്ട്. സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒരു സോഴ്സ് ഇല്ല, അല്ലെങ്കിൽ സാധ്യത, അങ്ങനെ ഒരു കാര്യം ഒരാളെ മാത്രമായിട്ട് പറയുന്നില്ല എന്നുള്ളതാണ് നിലവിലെയും ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ സിനിമാ മേഖലയിലേക്കുള്ള ഒരു ബന്ധമെല്ലാം, അതിനെക്കുറിച്ചെല്ലാം കൂടുതൽ വിവരങ്ങൾ ഇനിയും പോലീസിന് കിട്ടേണ്ടതുണ്ട്. ഇതെല്ലാം ശേഖരിച്ചതിന് ശേഷമാണ് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ ഷൈൻ ടോം ചാക്കോയെ ഒരു രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് വിധേയമാക്കുമ്പോൾ കൃത്യമായി കീറി മുറിച്ച് പറയാൻ തക്ക വിധത്തിലുള്ള തെളിവുകൾ പോലീസിന്റെ കയ്യിൽ ആവശ്യമുണ്ട്. അത് അല്ലെങ്കിൽ അങ്ങനെ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് രാസപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ വന്നതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഷൈൻ ടോം ചാക്കോയെ വിളിപ്പിക്കും എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഷൈൻ ടോം ചാക്കോ നിലവിൽ ഈ ഒരു കേസിനോട് കൃത്യമായിട്ട് സഹകരിക്കുന്നുണ്ട്, ചോദ്യം ചെയ്യലിനോടെല്ലാം തന്നെ കൃത്യമായിട്ട് സഹകരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. കാളിദാസ്.
വിജിത, നിലവിലെ സംഭവ വികാസങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ച ഒരു വെളിപ്പെടുത്തൽ കൂടിയുണ്ടായിരുന്നു. വിൻസി അലോഷ്യസിന്റെ ഒരു വെളിപ്പെടുത്തലും അതിനെ തുടർന്ന് വിൻസി അലോഷ്യസ് പരാതി നൽകിയതിനെ തുടർന്നുണ്ടായ ചില സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ആ തുടക്കത്തിലെ ആ ഒരു വെളിപ്പെടുത്തലിൽ പിന്നീട് ഫിലിം ചേംബറിന് വിൻസി അലോഷ്യസ് പരാതി നൽകുന്നു. ആ പരാതിയുമായി തന്നെ മുന്നോട്ട് പോകാനാണ് വിൻസി അലോഷ്യസിന്റെ ഇപ്പോഴത്തെ തീരുമാനം. അതായത് പോലീസിൽ പരാതി നൽകാൻ വിൻസി ഇപ്പോഴും തയ്യാറല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യം വിൻസിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം, അതിനുശേഷം വിജയയിലേക്ക് തിരിച്ചെത്താം. അന്വേഷണങ്ങൾ പരാതി കൊടുക്കാൻ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു ലീഗലി മൂവ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ അന്വേഷണങ്ങൾ വരുമ്പോൾ സഹകരിക്കാൻ ഐ എം റെഡി. കൃത്യമായും രാജേഷ് സാർ പറയുന്നുണ്ട്, വരുന്ന അന്വേഷണങ്ങൾ ഞാൻ സഹകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഐ എം നോട്ട് റെഡി ടു ഗോ ഫോർ എ ലീഗൽ തിങ് ഓർ നോട്ട്. നമ്മളത് സിനിമയിൽ തന്നെ നമ്മളതിൻ്റെ വേണ്ട നടപടികൾ എടുക്കുമെന്ന്. വിജിത, വിൻസി പോലീസിൽ പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. അതേസമയം ഫിലിം ചേംബറിന് നൽകിയ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പോലീസിന് പരാതി നൽകാത്തൊരു സാഹചര്യത്തിൽ ഈ തെളിവുകൾ ഇല്ല എന്നും കൂടി പോലീസ് പറയുന്നു. അപ്പോൾ പ്രതീക്ഷകൾ മങ്ങുകയാണോ പോലീസിന് എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിൻസിയുടെ ഈ ഒരു പരസ്യമായിട്ടുള്ള ഒരു പ്രചരണത്തിൽ നിന്നാണ് ഈ ഒരു കേസിന്റെ തുടക്കം എന്ന് പറയുന്നത്. അതിനുശേഷം കുടുംബത്തിന്റെ ഒരു പ്രതികരണവും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. വിൻസിയുടെ കുടുംബം അടക്കം പറഞ്ഞത് നിയമ നടപടികളിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം മന്ത്രി MP രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ വിൻസിക്ക് അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ള ഒരു കാര്യം കൂടി പറയുകയുണ്ടായി. എന്നാൽ ഇന്ന് വിൻസി ആ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവനയിൽ കൃത്യമായിട്ട് ഒരു ഉറപ്പ് വരുത്തുന്ന രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. കാരണം പരാതിയുമായി മുന്നോട്ട് പോകാൻ വിൻസിക്ക് ഒരു മടിയുമില്ല. പക്ഷേ നിയമ നടപടികളുമായി അല്ലെങ്കിൽ കേസുമായി ലീഗലായിട്ടുള്ള കേസുമായി പോലീസ് കേസുമായി ഒന്നും പോകാനുള്ള താല്പര്യം വിൻസി കാണിക്കുന്നില്ല. വിൻസിക്ക് സിനിമയ്ക്കകത്തു നിന്നാണ് ഇതിനൊരു ഉത്തരം കിട്ടേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടത് സിനിമയ്ക്കകത്തു നിന്നാണ്. ഈ ഫിലിം ചേംബർ അല്ലെങ്കിൽ സംഘടനകൾക്കിടയിലാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടത്. പക്ഷേ എങ്കിൽ പോലും പോലീസ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തേടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കുകയാണെങ്കിലെല്ലാം പറയാൻ ഒരു പ്രശ്നവുമില്ല, സഹകരിക്കാൻ പ്രശ്നവുമില്ല. പക്ഷെ പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യമാണ് വിൻസി അറിയിക്കുന്നത്. ഈ ഒരു കേസിൽ നിലവിലൊരു പരാതിയുമില്ലാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു കേസ് പോകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വിൻസി ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് സഹപ്രവർത്തകൻ തന്നോട് മോശമായി പെരുമാറി എന്നുള്ള ഒരു ആരോപണത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്നാണ് ഈ ഒരു കേസിന്റെ തുടക്കം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു കേസിൽ നിലവിൽ ഇപ്പോഴും അപ്പോഴും കൃത്യമായിട്ട് ഒരു രേഖാമൂലമുള്ള പരാതി പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. ഇപ്പോൾ വിൻസി ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്ന സമയത്ത് പരാതി ഇല്ലാതെ ഈ ഒരു കേസ് മുന്നോട്ട് പോവുക എന്ന് പറയുന്നതും അങ്ങേയറ്റം പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇനി നിലവിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സംഘടനകളുടെ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ എന്ത് നടപടി എടുക്കും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇന്റേണൽ കമ്മിറ്റി അടക്കം ഇത്തരത്തിൽ ഈ ഒരു ഷൈൻടോം ചാക്കോ അല്ലെങ്കിൽ ഈ ഒരു കേസിൽ ഇന്റേണൽ കമ്മിറ്റിക്ക് അടക്കം ഒരു മോശമായ പെരുമാറ്റം ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ അതിൽ കേസിൽ തുടർ നടപടികളുമായി ഇന്റേണൽ കമ്മിറ്റിക്ക് പിന്നീട് ഒരു തീരുമാനമെടുക്കാൻ കഴിയും. ബാക്കിയുള്ള സംഘടനകൾക്ക് അടക്കം നിർദ്ദേശം കൊടുക്കാനുള്ള ഒരു അടിസ്ഥാനപരമായിട്ട് അത്തരം ഒരു നിർദ്ദേശം കൊടുക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അധികാരം ഈ ഇന്റേണൽ കമ്മിറ്റിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇനി ഇന്റേണൽ കമ്മിറ്റിക്കാണ് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നിർണായകമായ കാര്യം. അതോടൊപ്പം തന്നെ പോലീസും പ്രതിസന്ധിയിലാവുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നിലവിൽ മതിയായ തെളിവുകളില്ല. ഈ ഒരു ഷൈൻടോം ചാക്കോ എന്ന് പറയുന്ന ഈ ഒരു നടനെതിരെയുള്ള കേസുകളെല്ലാം നിലവിൽ ആ ഒരു ഓടിപ്പോയ കേസിന്റെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും ഇപ്പോൾ ജാമ്യത്തിൽ ഇരിക്കുന്നതുമുള്ളത്. ആ ഒരു കേസിൽ തന്നെ ബെയിലബിൾ ആയിട്ടുള്ള ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്റ്റേഷൻ ജാമ്യം നൽകി ഈ ഷൈൻടോം ചാക്കോയെ ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നതും. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതിയില്ലാത്ത ഒരു അവസ്ഥ കൂടി വരുമ്പോൾ ഈ ഒരു കേസിൽ പോലീസും പ്രതിസന്ധിയിലേക്ക് പോവുകയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത്തരം ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക്
അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു സംഘടനകളുടെ ഒരു യോഗത്തിന് ശേഷം എന്തായിരിക്കും തീരുമാനം എന്നുള്ള കാര്യം മാത്രമാണ് കാളിദാസ്. ശരി വിജിത, കാര്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എങ്കിലും ഗുണ്ടകളെ കണ്ട് പേടിച്ചാണ് ഓടിയത് എന്നുള്ള ഷൈനിന്റെ മൊഴി വിശ്വാസത്തിലെടുക്കാറായിട്ടില്ല എന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണറും വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഈ പരാതിയുമായി പോലീസിനെ സമീപിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി നടി വിൻസി അലോഷ്യസ് വ്യക്തമാക്കുന്നു. ചേംബറിന് നൽകിയ പരാതിയുമായി തന്നെയാണ് മുന്നോട്ട് പോവുക, അന്വേഷണങ്ങളോട് സഹകരിക്കുമെന്നും കൂടി വിൻസി വ്യക്തമാക്കിയിട്ടുണ്ട്. സമഗ്ര വിവരം നൽകിയത് വിജിത KP ആണ്.